ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്താ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പരിശുദ്ധാത്മാവിനോടുള്ള 9 ദിവസത്തെ നൊവേനയുടെ 6ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മനസ്സറിഞ്ഞ് ഒരു കുർബാന അർപ്പിക്കാനാവുക. ഹൃദയത്തിൽ തൊടുന്ന വിധത്തിൽ ഒരു ജപമാല ചൊല്ലി കാഴ്ചവെക്കാൻ സാധിക്കുക. സ്നേഹത്തോടെ അൾത്താരയ്ക്ക് മുൻപിൽ ഒരല്പനേരം മുട്ടുകുത്തി നിൽക്കാനാവുക. ദൈവഭക്തിയാണ് അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനോട് യാചിക്കുക. ദൈവഭക്തി എന്ന പരിശുദ്ധാത്മ ദാനത്തിന് വേണ്ടിയാണ്. നമ്മൾ ഇന്ന് വിചിന്തന വിഷയമാക്കുന്ന വചനഭാഗം റോമാലേഖനം 8-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഈ വചനഭാഗത്തിലെ ആദ്യ ഭാഗം 26-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തി പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. കർത്താവിനെ എങ്ങനെ ആരാധിക്കണമെന്ന് നമുക്കറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ ദൈവീക ദാനത്തിന് വേണ്ടി, ദൈവഭക്തിക്ക് വേണ്ടി നമുക്ക് ഇന്നത്തെ ഈ 6ാം ദിവസത്തെ നൊവേന പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 27-ാം തിരുവചനം, വചനം ഇപ്രകാരം കടന്നു പോകുന്നു: ദൈവഭക്തി ജീവന്റെ ഉറവയാണ്. മരണത്തിന്റെ കെണികളിൽ നിന്നും രക്ഷപ്പെടാൻ അത് നമ്മെ സഹായിക്കുന്നു. ദൈവഭക്തി ജീവന്റെ ഉറവയാണ്. മരണത്തിന്റെ കെണികളിൽ നിന്നും രക്ഷപ്പെടുവാൻ അത് നമ്മെ സഹായിക്കുന്നു. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 11-ഉം 12-ഉം തിരുവചനങ്ങൾ, ദൈവഭക്തി സകലതിനെയും അതിശയിക്കുന്നു, അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. നമുക്ക് പ്രാർത്ഥിക്കാം ഈ നൊവേന ദിവസത്തിൽ. കർത്താവെ, യഥാവിധി അങ്ങയെ ആരാധിക്കുവാനുള്ള ബോധ്യം ഈ പരിശുദ്ധാത്മദാനം വഴി ഞങ്ങളിൽ നിറയ്ക്കണമേ. ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നൊവേന പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാരംഭ പ്രാർത്ഥന. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരയണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ അമ്മേ, ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ. പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തുമാറ്റി എസക്കിയേൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട
പുതിയ ഹൃദയം തരയണമേ. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മേ, പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ. 6-ാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഭക്തി എന്ന ദാനം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവപിതാവിനോടുള്ള സ്നേഹം ജനിപ്പിക്കുന്നു. ഈ സ്നേഹത്തെ പ്രതി അവിടുത്തേക്ക് സമർപ്പിക്കപ്പെട്ട സകലതിനെയും സകലരെയും പരിശുദ്ധ അമ്മയെയും വിശുദ്ധരെയും വിശ്വാസികളെയും സഭയെയും സഭാധികാരികളെയും ഭരണാധികാരികളെയും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ദൈവഭക്തിയുള്ള ഒരു വ്യക്തിക്ക് ഭക്താനുഷ്ഠാനങ്ങൾ ഒരിക്കലും ഒരു ഭാരമാകുന്നില്ല, മറിച്ച് ആനന്ദപൂരിതമായ അനുഭവമാകുന്നു. നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം സമൃദ്ധിയിൽ നൽകാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനോട് നമ്മളിൽ വന്നു നിറയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്നു നിറയണമേ. ഞങ്ങൾ ദൈവഭക്തിയിൽ ആനന്ദിക്കുവാനും സമാധാനത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാനുമായി ഓ എൻ്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്നു നിറയണമേ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി എന്നും നിലകൊള്ളാൻ ഓ എൻ്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്നു നിറയണമേ. ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവഭക്തി ആഴത്തിൽ നിറയുവാനും എപ്പോഴും ദൈവഹിതം മാത്രം നിറവേറ്റുവാനുമായി ഓ എൻ്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്നു നിറയണമേ. ബലഹീനതയിൽ ശക്തി പകരുന്ന പരിശുദ്ധാത്മാവിനെ എപ്പോഴും കൂട്ടുപിടിച്ച് ജീവിക്കുവാനായി ഓ എൻ്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്നു നിറയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ദൈവമേ, നന്മ എന്ന പുണ്യം, ദൈവഭക്തി എന്ന ദാനം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രവർത്തികൾ വഴി ഞങ്ങൾ അനേകർക്ക് മാതൃകയാകട്ടെ. ഞങ്ങൾ ആർക്കും ദുഷ്പ്രേരണയ്ക്ക് കാരണമാകാതിരിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധമായ ചിന്തകളാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ എപ്പോഴും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ പ്രാർത്ഥന. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പുത്ര, ലോകവിമോചക, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഏക ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ലോകത്തിൻ്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. കൂദാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. അന്ത്യവിധിയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിച്ച പരിശുദ്ധാത്മാവേ,
ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്ക് ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ജ്ഞാനത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ബുദ്ധിയുടെ ദിവ്യപ്രകാശമേ, ഞങ്ങളെ നയിക്കണമേ. ജ്ഞാനത്തിൻ്റെ ഉറവിടമേ, ഞങ്ങളെ നയിക്കണമേ. ആത്മീയ ശക്തിയുടെ രശ്മികൾ പരത്തുന്നവനെ, ഞങ്ങളെ നയിക്കണമേ. അറിവിൻ്റെ പ്രകാശമേ, ഞങ്ങളെ നയിക്കണമേ. ഭക്തിയുടെ ജീവശക്തിയെ, ഞങ്ങളെ നയിക്കണമേ. ദൈവഭയത്തിൻ്റെ പ്രകാശമേ, ഞങ്ങളെ നയിക്കണമേ. വിശ്വാസത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പ്രത്യാശയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സ്നേഹത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആനന്ദത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സമാധാനത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. എളിമയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. മാന്യതയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നന്മയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കരുണയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഐക്യത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശ്വസ്തതയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദൈവമക്കളുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സഭയുടെ സംരക്ഷക, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദിവ്യകൃപയുടെ ഉറവിടമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സഹനത്തിൽ ആശ്വാസമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിത്യപ്രകാശമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ജീവന്റെ ഉറവയെ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ ആനന്ദമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അപ്പസ്തോലന്മാരുടെ ഗുരുവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശുദ്ധരുടെ ആനന്ദമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, കരുണയുള്ളവനെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ, കരുണയുള്ളവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവേ, കരുണയുള്ളവനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ, അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ. അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ്. അഗ്നിയും സ്നേഹവുമാണ്. അങ്ങ് പിതാവിൻ്റെ വാഗ്ദാനമാണ്. 7 ദാനങ്ങളുടെ ഉടമസ്ഥനുമാണ്. അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കുവാനുമുള്ള വരം നൽകണമേ. സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദൂരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങയെ കാണുവാനും അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശു ക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.